മമ്മൂക്ക എന്നെ കംഫർട്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത ചളികളും ഇല്ലാത്ത കോമഡികളും ഒക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാനും കംഫർട്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതേ മൊമെന്റ് ഞാനങ്ങ് മാറിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ സ്പോട്ടിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്ക പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ വിഷ്ണു ഒരു പുതിയ ഒരു 50 കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റും. ഞാൻ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. സോറി, ബ്രേക്ക് ചെയ്യല്ല, ഇപ്പം അല്ല ഞാൻ പറയാൻ പറ്റില്ല. അതായത് നമുക്കൊരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിന് വന്നതാണ്. നമുക്ക് മറ്റേ ഈ മൈക്ക് വെച്ചിട്ട് പറഞ്ഞു എന്താ മൈക്കല്ലേ വെച്ചിരിക്കുന്നത്? അല്ലടോ, ഈ മൈക്കിനൊരു ഇൻപുട്ടുണ്ട്, ഇത് വെച്ചാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതായത് നമ്മുടെ കോളർ മൈക്കിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ വേറൊരു മൈക്കും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സൗണ്ട് റിസീവ് ചെയ്യാൻ പറ്റുമെന്ന്. വർക്ക് ചെയ്യണം, ഞങ്ങളത് അനുസരിച്ചിട്ടില്ല. ശരിയാണ്. ഇതുപോലെ 100 കാര്യങ്ങൾ നമുക്കൊരു മൊമെന്റിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അഭിനയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ്റെ കലവറയെന്ന് തന്നെ പറയും. ഇതൊക്കെ എവിടെ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നതാണ് സ്പോട്ടിൽ മമ്മൂക്കയുടെ റിപ്ലൈ വരും. കഴിഞ്ഞ ദിവസം എനിക്ക് പറന്നുപോ കണ്ടിട്ട് മമ്മൂക്ക മെസ്സേജ് അയച്ചു, ഗ്രേറ്റ് വർക്ക്, ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിതിന് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. റിപ്ലൈ നമ്മളിപ്പോൾ മമ്മൂക്കടുത്ത് ഹായ് ഹൗ ആർ യു എന്ന് വല്ലതും എനിക്ക് ചോദിക്കാൻ ഭയങ്കര പാടാണേ. ഞാൻ പറഞ്ഞ പോലെ എങ്ങാനും നമ്മൾ വല്ല ഈദിനോ അങ്ങനെയൊക്കെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഹായ് ഹൗ ആർ യു സ്മൈലി. അപ്പോൾ നമ്മൾ ഇത് സുഖമാണെന്നാണോ അതോ മടുത്ത് പൊക്കോ എന്നാണോ അതോ എന്ന് ഉപേക്ഷിക്കാതെ വിട്ടുപോകുന്നാണോ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും അദ്ദേഹം എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തുന്നുണ്ട്. ആര് മെസ്സേജ് അയച്ചാലും ആദ്യമേ ഞാൻ മമ്മൂക്കയുടെ അടുത്ത് നമ്മൾ നമ്പർ ചോദിക്കണേ ഭയങ്കര റെയറാ. എനിക്ക് നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മനസ്സിലായോ അവർക്ക് നമ്പർ ഞാൻ താല്പര്യം ഇല്ലെങ്കിലോ. അപ്പോൾ ഞാൻ മമ്മൂക്കയുടെ അടുത്ത് റോഷാക്ക് അവസാനമായി ഷൂട്ട് കഴിഞ്ഞു, 1 മാസത്തോളം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അവസാന ദിവസം നമുക്ക് എൻ്റെ നമ്പർ കേരളത്തിൽ കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്പർ തരാം, ജോർജിനോട് ചോദിച്ചാൽ പറയുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അതും എനിക്ക് പ്രശ്നമായി, ജോർജിനോട് പോയി നമ്പർ ചോദിക്കാൻ. നമുക്ക് അനുവദിച്ചാൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ നമുക്ക് നമ്പർ തന്നു. അന്നോട്ട് മെസ്സേജ് അയക്കും, ഇടയ്ക്ക് വല്ല ഇതിനോ ഓണത്തിനോ ഒക്കെ മെസ്സേജ് അയക്കും. അപ്പോൾ സ്പോട്ടിൽ റിപ്ലൈ ഉണ്ടാവും. ഞാൻ സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. നേരിട്ട് കാണാൻ എനിക്ക് സംസാരിക്കാനായിട്ട് ഓക്കെയാണ്, അല്ലാതെ എനിക്ക് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ടെൻഷനാണ്, ഞാനിത് കൊടുത്തത് എങ്ങനെ എടുക്കും, ഇത്. അതുകൊണ്ട് മാക്സിമം എനിക്ക് റോഷാക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മമ്മൂക്ക, ഇനി വല്ല ട്രൂ കോളറിൽ വേറെ ആരെങ്കിലും സേവ് ചെയ്തിട്ട് വിളിച്ചേക്കാണ്. എനിക്ക് മമ്മൂക്ക എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്കിത് എടുക്കണോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. ഞാൻ ഏതോ ഷോപ്പിംഗ് മോളിൽ നിൽക്കുക. പക്ഷേ ഞാൻ പറയും ഇതാരാ വിളിക്കണേ? അപ്പോൾ അവർ മമ്മൂക്ക എടുക്കണോ? എന്നിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ഒറിജിനൽ എന്നറിയാം. പക്ഷെ സ്റ്റിൽ എന്നെ വിളിക്കേണ്ട കാര്യം എന്തിരിക്കും? വിളിച്ച വേറൊന്നുമല്ല, പടം കണ്ടിട്ട് ഫാമിലി എന്തു പറഞ്ഞു, റോഷാക്ക് കണ്ടിട്ട് വേറെ ആരെങ്കിലും വിളിച്ചിട്ട് നല്ല എന്ന് പറഞ്ഞു, അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് നമ്മുടെ സൈഡിൽ നിന്നും കൂടെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അങ്ങനത്തെ വേറൊരു സൈഡും ഉണ്ട്. അപ്പം റാം സാറിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാം സാർ മമ്മൂക്കയെ പറ്റി പറയാനേ നേരമുള്ളൂ, അതിന് പറയാൻ വേണ്ടി മാത്രമേ നേരമുള്ളൂ. മമ്മൂക്കയെ പറ്റി ഒരു എപ്പിസോഡ് വേണമെങ്കിൽ റാം സാറിനോട് ചെയ്യാം. അപ്പം ഞാൻ അതുകൊണ്ട് പറയുവാണ്, ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം മലയാള സിനിമകളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് റാം സാർ. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഗ്രേസ് உங்களுக்கு தெரியுமா பேரன்பு பண்ணும்போது മമ്മൂക്ക വന്നിട്ടാറ്. സോ ഫസ്റ്റ് ഷോട്ടിൽ നമുക്ക് നിറയെ സൺഡേ ഭയങ്കര, ഞാൻ തമിഴ് പറഞ്ഞല്ലോ, ഞാൻ തമിഴ് പറഞ്ഞു ரொம்ப சண்டை. அப்போ ഞാൻ പറയാം എന്താ റാം സാർ എന്താ പ്രശ്നം? ഈ பெரிய ஈகோ கிளாஷ் தான், அவர் பெரிய நடிகர், நான் ஒரு டைரக்டர், ஸோ നമുക്ക് நிறைய സൺഡേ ഇരുந்துச்சு, അപ്പോൾ സൺഡേ എല്ലാം ചൊല്ലിയാச்சு. ഓക്കെ സാർ. അപ്പോൾ ഞാനിങ്ങനെ ഇതാണോ സൺഡേ? ഓക്കെ ഫൈൻ. പക്ഷെ നമുക്കിവിടെ അത് വലിയ സൺഡേ അല്ല. ഓക്കെ ഫൈൻ, അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അടുത്ത ഷോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി വഴക്കിൻ്റെ ഒരു ഇതിലൊക്കെ നിൽക്കുവാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് ഇൻസിഡൻറ്റ്. അപ്പോൾ എന്താ സാർ நம்ம பண்ண போகிற ஷார்ட் என்னன்னா சார் நீங்கள் வந்து ஒரு டொமேட்டோ இருக்குது, டொமேட்டோ கட் பண்ணுற சீன் தான். அது எப்படி கட் பண்ணணும்? அப்புறம் இப்படி கட் சார், நீங்கள் ஏதாவது கட் பண்ணுங்க சார் அப்படி சொல்லிட்டு റാം സാർ പോയി. ഇപ്പോൾ ഇവർക്കിടയിൽ ആ ഒരു ചകടേ സാധനമുണ്ട്. അങ്ങനെ പോയിട്ട് ഇപ്പോൾ റാം സാർ ഇച്ചിരി ഡള്ളായിട്ട് ഇരിക്കുവാണ്. വഴക്കമുണ്ടായല്ലോ ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് മമ്മൂക്ക ഇല്ലാതെയാണ് റാം സാർ എടുത്തത്. അതിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് സാർ ആക്ഷൻ പറഞ്ഞു. മമ്മൂക്ക ഈ ടൊമാറ്റോ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ റാം സാർ
ரைஸ் உங்களுக்கு தெரியுமா எனக்கு தெரியாது. அந்த மொமெண்ட்டில் நான் என்கிட்டே சோறு சொன்னேன். சும்மா ஒரு டொமேட்டோ கட் பண்ணுற ஷோட்டு தான். அந்த ஷோட்டு முடிஞ்சதுக்கப்புறம் இந்த படம் இவர் இல்லாமல் யாராலும் பண்ண முடியாது. ഒന്ന് ആലോചിക്കുക, ഒരു വേറെ റിയാക്ഷൻ ഇല്ല, ഡയലോഗ് ഇല്ല, ഒന്നുമില്ല, ഒരു തക്കാളി കട്ട് ചെയ്യുന്ന ഒരു ഷോട്ട്. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ റാം സാർ പറഞ്ഞു എനിക്ക് പിന്നെ ഇതിന് നമ്മളൊരു സോറി ചോദിക്കുക, നമ്മളൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ നമുക്ക്, നമ്മൾ ചെയ്തു പോയത് വേണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം. അതായത് മറ്റൊരാളുടെ ഒരു റിസൾട്ടോ അല്ലെങ്കിൽ വേറെ അയാൾ ചെയ്യുന്നൊരു പ്രവൃത്തി കണ്ടിട്ട് ഞാനതിങ്ങനെ റിയാക്ട് ചെയ്യണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോണ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു റിഗ്രറ്റ്. അത് റാം സാർ പറയാം, എനിക്കത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മമ്മൂക്കോട് പറഞ്ഞു നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ഇത്രയേ ഉള്ളൂ ഷോട്ട്, നമുക്ക് ഇത്രയേ ഉള്ളൂ പൊക്കോളാൻ പറഞ്ഞത്. മമ്മൂക്കയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കാം. മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അധികം ഓവറാക്കണ്ട, നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഒരു ഇന്റർവ്യൂവിൽ ഞാൻ മമ്മൂക്ക വെള്ളം പോലെയാന്ന് പറഞ്ഞപ്പോൾ മീഡിയയിൽ വന്നു മമ്മൂക്ക വെള്ളമാണ്, മമ്മൂക്ക ഫുൾ ടൈം വെള്ളമാണെന്ന് പറഞ്ഞു. മമ്മൂക്ക എന്നെ ചീത്ത പറഞ്ഞായിരുന്നു. മമ്മൂക്ക ചീത്ത പറഞ്ഞു, അനാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയി നിന്ന് മമ്മൂക്ക വെള്ളമാണെന്നോ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട. ആ ഒരു മെസ്സേജോടുകൂടി ഞാൻ നിർത്തി. ഇനി നല്ലതല്ലാത്ത ഒരു കാര്യം ഞാൻ പറയില്ല. ഏതോ ഒരു ഇന്റർവ്യൂ, അന്ന് റിട്ടൺ ഇന്റർവ്യൂസിന്റെ കാലമാണ്, കുറെ കാലം അത് വീഡിയോ ഇന്റർവ്യൂ ആയിരുന്നു. ഇതല്ല വെള്ളമല്ല, ഇത് പണ്ടെടുത്തൊരു ഇൻസിഡന്റാ. ഏതൊരു ഫേമസ് ഡയറക്ടറാണ്, ഇങ്ങനെ പറഞ്ഞു മമ്മൂക്കയ്ക്ക് അഭിനയം എന്നാൽ ഭ്രാന്താണ്. അതിൽ അഭിനയം മാത്രമായി മമ്മൂക്കയ്ക്ക് ഭ്രാന്താണ്. അദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. കണ്ടന്റ് നടക്കാനാണെങ്കിൽ നമുക്കിങ്ങനെ മീഡിയാസിന് ഒത്തിരി ഉണ്ട്. അതിൽ പറയുന്നത് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇവരെടുത്തിടുന്നത് വേറൊരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹീസ് സച്ച് എ സ്വീറ്റ് പേഴ്സണാലിറ്റി. നമുക്ക് എങ്ങനെയാ പടങ്ങളൊക്കെ കാണുന്നത്, അതിൻ്റെ പടങ്ങൾ ചൂസ് ചെയ്യുന്നത്, കാണാനുള്ള, ഞാൻ പറഞ്ഞത് അഭിനയിക്കാനുള്ള ചോയ്സ് അല്ല പറഞ്ഞത്. ഇപ്പോൾ ഒരു പടം വന്നു, ഇപ്പോൾ അഡോളസൻസ് എന്നുള്ളൊരു വെബ് സീരീസ് ഭയങ്കര ഹിറ്റാവുന്നു, അപ്പോൾ അത് കാണാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവോ? എങ്ങനെയാ ഒരു വാച്ച് ലിസ്റ്റ് എങ്ങനെയാ? നൈസ് ക്വസ്റ്റ്യൻ, മൈ ഗോഡ്. അങ്ങനെ ഭയങ്കര അഭിപ്രായം കേൾക്കുമ്പോൾ ഞാൻ സ്പോട്ടിൽ കാണില്ല. അത് ഇപ്പോൾ എൻ്റെ പടമാണെങ്കിൽ പോലും ആദ്യത്തെ 2 ദിവസത്തെ റെസ്പോൺസ് ഞാൻ എടുക്കില്ല. ബിസിനസ്. സോ ഞാനത് അതുകൊണ്ട് ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ അതിൻ്റെ റിയൽ റെസ്പോൺസ് എടുക്കുള്ളൂ. പറന്നുപോകും. പറന്നുപോകും എനിക്ക് അറിയാത്തൊരു സ്ഥലമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഭയങ്കര എന്താ പറയുക, മലയാളം പോലെ അല്ലാത്തൊരു പരിപാടിയായിരിക്കുന്ന. പക്ഷെ അത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം നമ്മൾ ഐ ടു ഐ കാണുവാണ്, ഡയറക്റ്റ് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് കാണുവാണ്. അപ്പോൾ റാം സാർ എന്നോട് ആദ്യം പറഞ്ഞു, ഗ്രേസ് നമുക്ക് അറിയത്തില്ല, നമുക്ക് റെസ്പോൺസ് വളരെ കുറച്ചേ കയറുന്നുള്ളൂ, നമുക്ക് തിയേറ്റർ വിസിറ്റൊക്കെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം റാം സാറും ശിവസാറും കൂടെയൊക്കെ പോയത്. അത് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറയാണ്, എനിക്കിത് പ്രോസസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് தெரியாது ഗ്രേസ്, അவ்வளவு റെസ്പോൺസാണ് കിടക്കിയത്. സാറിൻ്റെ കരിയറിലും ഇതുപോലത്തെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചു, എന്താണെങ്കിലും നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരു റിവ്യൂവും കണ്ട് ഞാൻ പടം കാണാൻ പോകാറില്ല. എൻ്റെ ആണെങ്കിലും ആൾക്കാർ മോശം എന്ന് പറഞ്ഞാൽ ആ മോശം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ദെൻ ഓൺലി വി ക്യാൻ ഇംപ്രൂവ്, അല്ലേ? നമുക്കല്ലാതെ നമുക്ക് ഞാനൊരു നടിയാണ്, എൻ്റെ എല്ലാ പടവും എല്ലാവരും കാണണം, എല്ലാം ഭയങ്കര ഹിറ്റ് ആവണം, പോയി കണ്ടേ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ സമയവും കളഞ്ഞ് ഞാൻ പറയാം, എല്ലാവർക്കും അവരുടെ സമയം വാല്യുബിൾ ആണ്. അത് മുടക്കി ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണമെങ്കിൽ ദാറ്റ്സ് ഹിസ് റൈറ്റ്. അത് വിറ്റ് കാശാക്കുന്നത് വേറെ കാര്യം, ഓക്കെ. പക്ഷേ എപ്പോഴും ഞാൻ സമയമെടുത്ത് ഒരു സിനിമയാണെങ്കിലും, ഇപ്പോൾ OTT യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും റിലീസ് ആയി കഴിഞ്ഞാൽ അഭിപ്രായം ഒന്നും പോയി ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കത്തില്ല. ഞാൻ തന്നെ കണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെക്കും, അത്രേ ഉള്ളൂ. ഈ അടുത്ത് കണ്ടിട്ട് ബ്ലോൺ ആയ ഒരു പടം ഏതാ? ഈ അടുത്ത് കണ്ടതിൽ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. വൃത്തിയുടെ നല്ലതാണ് ആക്ച്വലി. ഞാൻ കാണുന്നതെല്ലാം ഞാൻ IMDb മാർക്ക് ചെയ്ത് വെക്കും. കാരണം എനിക്ക് പേരുകൾ ഓർത്തിരിക്കില്ല. ഞാൻ വലിയൊരു അസുഖക്കാരിയാണ്.